പുല്ലുമേട് കാനനപാത വഴി ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ തീരുമാനം വന്നിട്ടുണ്ട്. ഈ സ്പോട്ട് ബുക്കിംഗിലൂടെ ദിവസേന 1000 ഭക്തരെ മാത്രമേ കയറ്റിവിടുകയുള്ളൂ. മണ്ഡലപൂജ അടുത്തു വരുന്നതിനാൽ ശബരിമലയിൽ ഭക്തജന തിരക്കും വർദ്ധിക്കുകയാണ്. TS ഹരികൃഷ്ണ പതിവ് പോലെ സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ്. അപ്പോൾ തിരക്കിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഇന്ന് രാവിലത്തെ തിരക്കൊക്കെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് സന്നിധാനത്തെ? ഒപ്പം ഭക്തർക്ക് അറിയാൻ പാകത്തിന് കുറെ പുതിയ നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് തോന്നല്ലോ. ഗുഡ് മോർണിംഗ് പൂജ. ഞാൻ തിരക്കിൻ്റെയൊക്കെ കാര്യം പറയുന്നതിന് മുമ്പ് ഈ തിരക്കിനിടയിൽ ചില കൗതുക കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അതായത് നമുക്ക് കുറച്ച് സ്നേഹമുള്ള കാഴ്ചകളാണ്. അതായത് എപ്പോഴും സന്നിധാനത്തെത്തുമ്പോൾ കൊച്ചു മാളികപ്പുറങ്ങളും കൊച്ചു അയ്യപ്പന്മാരെയൊക്കെ നമുക്ക് കാണുമ്പോൾ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഈ ലൈവിലൊക്കെ നിൽക്കുന്ന, ഈ തിരക്കിനിടയിലൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഇന്ന് എനിക്ക് തോന്നുന്നു പതിവിൽ കൂടുതൽ, അതായത് ഈ ചോറൂണിൻ്റെ സമയമായി വരുന്നു. അതുകൊണ്ടാണ് ഈ സന്നിധാനത്ത് ഈ സോപാനത്തിൻ്റെ പരിസരത്ത് ഈ ഒരു തിരക്കും ഈ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നത്. കൊച്ചു മക്കൾ എത്തിയിട്ടുണ്ട്. അതായത് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ്, ഒരു മകനെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന് ചോറൂണാണ്. കുറച്ച് രാവിലെ കുറച്ച് നിർബന്ധമുണ്ടെന്ന് തോന്നുന്നു. നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് മാളയിൽ നിന്ന് വന്ന കുടുംബമാണ് അത്. അമ്മ, നിങ്ങൾ എവിടുന്നാ വന്നേ? മാള തൃശ്ശൂർ മാള. എപ്പോ തിരിച്ചു ഓടുന്നു? ഞങ്ങള് 9 മണിക്ക് പോകാം. പമ്പയിലെത്തിപ്പോ 2:30. മോന് 6 മാസം. മോന് 6 മാസം ചോറൂണ്. ഇവര് മൂത്തത് പെൺകുട്ടിയാണേ. അപ്പൊ അവൾക്ക് 10 വയസ്സായപ്പോഴാണ് ഇവനെ പ്രഗ്നന്റ് ആയത്. അപ്പൊ ഇവിടെ കൊണ്ടൊന്ന് ചോറ് കൊടുക്കാന്ന് മൂത്ത മോനത്. രണ്ടാമത്തവനാണ് ഉണ്ണീനെ എടുത്തായിരുന്നു. ചേട്ടാ, എങ്ങനെ മല കയറി വന്നപ്പോ? ഇല്ല, മല കയറാനായിട്ട് ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നില്ല. 2-ാം തീയതി മലയ്ക്ക് വന്നിട്ട് ചേട്ടനും അനിയനും പിള്ളേരുണ്ടായി. അപ്പൊ ഈ കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ട് ഇപ്പൊ വന്നതാ. തണുപ്പ് അതവര് പറയാ. അവര്, അതായത് മൂത്ത ആള് പെൺകുട്ടിയാണ്. അപ്പൊ അതിനുശേഷം അവർക്ക് 10 വയസ്സായതിനു ശേഷമാണ് മകൻ ജനിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ചോറൂണ്, അയ്യപ്പന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ചോറൂണ് നൽകാം എന്നുള്ള ഒരു നേർച്ച ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇനി തിരക്കിന്റെ കാര്യം കൂടി പറഞ്ഞു പോവാം. അതായത് ഇന്നലെയും നല്ല തിരക്കുണ്ടായിരുന്നു. 96,000-ന് മുകളിൽ ഭക്തരാണ് ഇന്നലെ സന്നിധാനത്ത് എത്തി ദർശനം നടത്തി മടങ്ങിയത്. ഇന്നിപ്പോൾ രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. മണ്ഡലപൂജയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 23-ാം തീയതി തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. 26-ാം തീയതി സന്നിധാനത്ത് ഘോഷയാത്ര എത്തും. 27-ാം തീയതിയാണ് മണ്ഡലപൂജ നടക്കുന്നത്. അതോടൊപ്പം ചില നിയന്ത്രണങ്ങൾ ഈ കാനനപാത വഴി വരുമ്പോഴുള്ള നിയന്ത്രണങ്ങളാണ്. അതായത് പുൽമേട് വഴി വരുന്നത് വലിയ തിരക്ക്, വണ്ടിപ്പെരിയാർ വഴിയൊക്കെ വരുന്നത് നല്ല തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ 1000 സ്പോട്ട് ബുക്കിംഗ് മാത്രമാണ് പുല്ലുമേട് വഴി വരുന്ന ഭക്തർക്ക് അവിടെ ദേവസ്വം ബോർഡ് നിയന്ത്രിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിയന്ത്രണം ഇനിയും തുടരും എന്നുള്ള ഒരു അറിയിപ്പ് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസവും നൽകിയിരുന്നു. എന്തായാലും തിരക്ക് കൂടുന്നു. പക്ഷെ തിരക്കുണ്ടെങ്കിലും ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് സന്നിധാനത്തുള്ളത്. നല്ല കാലാവസ്ഥയുമാണ്.